ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കുറച്ചു കാലം മുന്നേ വരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിക്കൊണ്ടിരുന്ന ഹാച്ച് ബാക്സ് ആണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 ഹാച്ച് ബാക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിൽ തന്നെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം ജസ്റ്റ് 749 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. നമ്മൾ തന്നെ ഇയർ ഓൺ ഇയർ ബേസിസിലാണ് കമ്പയർ ചെയ്യുന്നത്, അതായത് 2023 ഡിസംബറും 2024 ഡിസംബറും. അതിൽ ഇഗ്നിസിൻ്റെ ഓവറോൾ സെയിൽ വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് മോശമാണെന്ന് പറയേണ്ടി വരുമെങ്കിലും ഇയർ ഓൺ ഇയറിൽ ഗ്രോത്ത് ആണ്. കാരണം 2023 ഡിസംബറിൽ 392 വാഹനങ്ങൾ സെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ 357 വാഹനങ്ങളുടെ വ്യത്യാസവും 91.07% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഈ ലിസ്റ്റിൽ ആപ്പാടെ 4 വാഹനങ്ങൾക്ക് ഗ്രോത്ത് ഉള്ളൂ. അതിൽ തന്നെ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടിയും കൂടിയാണ് ഇഗ്നിസ് എന്ന് പറയാം. പക്ഷേ ഇത് കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്. കാരണം ഇതിൻ്റെ സ്പെക്ക്, പവർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും, ഈവൻ മൈലേജ് ഒക്കെ നല്ലതാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇതങ്ങനെ വാങ്ങുന്നില്ല. അതാണ് ഈ വാഹനത്തിൻ്റെ ഒരേ ഒരു പ്രശ്നം. പക്ഷെ അതല്ലാതെ നല്ലതാണ്. ഇനി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ അൾട്രോസ് ആണ്. എഗെയിൻ ഈ വണ്ടിയും 2020 ഇറങ്ങിയതാണ്. ഇതുവരെ ഇതിനൊരു മേജർ അപ്ഡേറ്റോ അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റോ അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം സെയിൽ എന്തായാലും കുറച്ചധികം താഴത്തോട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ജസ്റ്റ് 1866 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ അതിന് കിട്ടിയിട്ടുള്ളൂ. 2023 ഡിസംബറിൽ 4081 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നു. 2215 വാഹനങ്ങളുടെ വ്യത്യാസവും 54.28% ഡീഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റ് വന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം കൂടിയാണ് നമ്മുടെ അൾട്രോസ്. അതും 50% മുകളിലൊക്കെ ഡീഗ്രോത്ത് വരിക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മോശമാണ്. ഇതിന് ഇനിയിപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റൊക്കെ ബാക്കി നെക്സോണിലൊക്കെ കൊടുത്ത പോലെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ സെയിൽ പിടിച്ച് കയറുമായിരിക്കും. അല്ലാതെ കയറൽ ഇനിയിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഹാച്ച് ബാക്സും ഈവൻ പ്രീമിയം ഹാച്ച് ബാക്സ് ബലേനോ ഒഴികെ ബാക്കിയെല്ലാം കുറച്ച് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ 8th പൊസിഷനിൽ നിൽക്കുന്ന i20. ഈ വാഹനത്തിന് അൾട്രോസിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം കഴിഞ്ഞ മാസം 3453 വാഹനങ്ങൾ സെയിൽ ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഡിസംബർ 2023 4574 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 1721 വാഹനങ്ങളുടെ വ്യത്യാസം 24.51% ഡീഗ്രോത്ത് റേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന i20ക്കാണ്. സോ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു പ്രീമിയം ഹാച്ച് ബാക്സിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കാണായിരിക്കും. അതായത് ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി ഇത്രയും പ്രൈസ് കൊടുത്ത് നമ്മളൊരു ഹാച്ച് ബാക്ക് എടുക്കുന്നതിൽ നല്ല SUV എടുക്കുന്നതല്ലേ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വണ്ടികളുടെയൊക്കെ ഡിമാൻഡ് ഇപ്പം വളരെയധികം താഴത്തോട്ട് പോകുന്നത്. ആൻഡ് ആ ഒരു പ്രൈസ് പോയിന്റിലുള്ള SUVസിന് ഡിമാൻഡ് കൂടുന്നത്. ഇനിയിപ്പോൾ വരും കാലങ്ങളിൽ ആ ഒരു ട്രെൻഡ് മുകളിലേക്ക് പോകും എന്നുള്ളതല്ലാതെ താഴേക്ക് വരുമെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ ടൊയോട്ട ഗ്ലാൻസ ആണ്. അതായത് ബലെനോ റീബാഡ്ജ് ചെയ്ത് വിൽക്കുന്ന വണ്ടി. ഇതും i20യുടെ സെയിൽസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 20-30 വണ്ടികളുടെ ഡിഫറൻസേ ഉള്ളൂ. കാരണം കഴിഞ്ഞ മാസം ഇതിന് 3487 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. പക്ഷേ ഡിസംബർ 2023 4088 വാഹനങ്ങൾ സെയിൽ ഇതിന് കിട്ടിയതായിരുന്നു. 601 വാഹനങ്ങളുടെ വ്യത്യാസം 14.7% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല. കാരണം ബാക്കി വണ്ടികളുടെയൊക്കെ ഡീഗ്രോത്ത് പെർസെൻറ്റേജിൻ്റെ കണക്ക് ഏകദേശം 14-12 ആ ഒരു പെർസെൻറ്റേജിൻ്റെ അടുത്തൊക്കെയാണ്. സോ ഇത് അത്യാവശ്യം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡീഗ്രോത്ത് റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഈ വണ്ടിയും ടൊയോട്ട അങ്ങനെ ലാഭത്തിന് വേണ്ടി വിൽക്കുന്നതല്ലല്ലോ. ഇതിപ്പോൾ എത്ര വിറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ല. അവർ കഫേനോംസ് മാനേജ് ചെയ്യാനും അതുപോലെ ഡീലർഷിപ്പുകാരെയൊക്കെ ഒന്ന് ഹാപ്പി ആക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കുറച്ച് ബഡ്ജറ്റ് ഓഫറിങ്സ് എന്നുള്ള രീതിയിൽ സുസുക്കിയുടെ വണ്ടികളെടുത്ത് റീവാഡ് ചെയ്ത് വിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ടൊയോട്ടയുടെ സ്വന്തം എന്ന് പറയാനാണെങ്കിൽ ഹൈക്രോസും ഫോർച്യൂണറൊക്കെ ആണല്ലോ നമുക്ക് കുറച്ച് താഴത്തെ റേഞ്ചിൽ ഒരു 50-60 ലാക്സിലെങ്കിലും കിട്ടുന്ന പോലെ ഉള്ളത്. പിന്നുള്ളത് LC300 ഉണ്ട്, അതുപോലെ നമ്മുടെ വെൽഫെയർ ഉണ്ട്, അങ്ങനത്തെ വണ്ടികളൊക്കെ, ക്യാമറി. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ്. ഈവൻ i20യുടെ സെയിൽ കുറഞ്ഞെങ്കിലും ഈ വണ്ടിയുടെ സെയിൽ അത്രയ്ക്ക് അങ്ങോട്ട് കുറഞ്ഞിട്ടില്ല. 5000 അടുത്തൊക്കെ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. കഴിഞ്ഞ മാസം 4489 വാഹനങ്ങൾ സെയിലാണ് ഇതിന് ലഭിച്ചത്. ഡിസംബർ 2023 കൂടുതലായിരുന്നു. 5247 വാഹനങ്ങൾ സെയിൽ ലഭിച്ചതാണ്. പക്ഷെ അത് വലിയ കുഴപ്പമില്ല. 758 വാഹനങ്ങളുടെ വ്യത്യാസവും 14.45% ഡീഗ്രോത്ത് റേറ്റും ഉള്ളൂ. എഗൈൻ മാനേജബിൾ ആയിട്ടുള്ള ഒരു ഡീഗ്രോത്ത് റേറ്റ് ആണ് എന്ന് പറയാം. ഈ വണ്ടിയുടെ സെയിൽ പതുക്കെ കുറയാൻ തുടങ്ങിയത് ഹ്യുണ്ടായി തന്നെ എക്സ്റ്റർ ഇറക്കിയപ്പോഴാണ്. ഇത് നോക്കാൻ ഡീലർഷിപ്പിലേക്ക് ഒരു എക്സ്ട്രാ എടുത്ത് തിരിച്ചു വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ടുള്ളൊരു മെയിൻ തിരിച്ചടി കിട്ടിയതാണ് ഇതും അതുപോലെ നമ്മുടെ ഓവറേ. അല്ലെങ്കിൽ ഈ വണ്ടിയൊക്കെ കഴിഞ്ഞ വർഷം, അതായത് 23-ൽ 24 എക്സ്ട്രാ ഇറങ്ങുന്നവരെയൊക്കെ ഏകദേശം 7000-8000 ആ റേഞ്ച് വരെയൊക്കെ വിറ്റ് പോയിക്കൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ ടിയാഗോ ആണ്. ഈ വണ്ടിയുടെയും അവസ്ഥ ഏകദേശം മറ്റുപോലെയാണ്. അതായത് പഞ്ചിറങ്ങിയ സമയത്ത് ടിയാഗോയുടെയും അൾട്രോസിൻ്റെയും സെയിൽ നന്നായിട്ട് താഴത്തോട്ട് പോയി. മെയിനായിട്ട് അൾട്രോസിൻ്റെ സെയിൽ. ടിയാഗോ പിന്നെ ഒരു ഇത്തിരി കൂടെ ബഡ്ജറ്റ് റേഞ്ചിലാണ് നിൽക്കുന്നതെന്ന് പറയാമല്ലോ. പക്ഷേ അൾട്രോസും പഞ്ചും ഏകദേശം സെയിം റേഞ്ചിലാണ്. അപ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും, എന്തിനിപ്പോൾ നമ്മൾ ഇത്രയും പ്രൈസ് കൊടുത്ത് അൾട്രോസ് എടുക്കുന്നത്, അതിന് പകരം ഏകദേശം സിമിലർ അല്ലെങ്കിൽ ഇത്തിരി കൂടെ കുറഞ്ഞ പ്രൈസിൽ പഞ്ച് എടുക്കാമല്ലോ, SUV അല്ലേ എന്നൊക്കെ വിചാരിക്കുമല്ലോ. അതാണ് സംഭവം. എന്തായാലും ടിയാഗോയ്ക്ക് കഴിഞ്ഞ മാസം 5006 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. ഡിസംബർ 2023 4852 വാഹനങ്ങൾ സെയിലും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 154 വാഹനങ്ങളുടെ വ്യത്യാസവും 3.17% ഗ്രോത്ത് റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റിയ ഏറ്റവും കുറവ് പെർസെൻറ്റേജ് ഇതാണ്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ബാക്കി എല്ലാത്തിനും ഡീഗ്രോത്ത് ആണ്. ഇതിന് അറ്റ്ലീസ്റ്റ് ഗ്രോത്ത് എങ്കിലും ഉണ്ട്.
ഇനി അടുത്ത ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഓൾട്ടോ ആണ്. എഗെയിൻ ഈ വണ്ടിയും കുറേ കാലം മുന്നേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റുപൊക്കൊണ്ടിരുന്ന വണ്ടികളിൽ ഒന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ താഴത്തേക്ക് പോയി. അത് അവർ 800cc വണ്ടി നിർത്തിയതും ഒരു വലിയ കാരണമാണ്. ഇപ്പോൾ ഓൾട്ടോ കേട്ടൻ മാത്രമേ ഉള്ളൂ. ഇതിനെന്തായാലും കഴിഞ്ഞ മാസം 7410 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. ഡിസംബർ 2023 വളരെ കുറവായിരുന്നു. 2497 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ 4913 വാഹനങ്ങളുടെ വ്യത്യാസം 196.76% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഓൾട്ടോ തന്നെയാണ് എന്ന് പറയാം. പക്ഷെ എന്നാലും ഈ വണ്ടിക്ക് നേരത്തെ 18,000, 20,000, 25,000 വരെയൊക്കെ അതിന് സെയിൽ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ 10,000-ന് താഴത്തോട്ടും വന്ന് 7,000, 8,000 ആ റേഞ്ചിലേക്കൊക്കെ എത്തിയത്. അത് ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ആൾക്കാരുടെ താല്പര്യക്കുറവാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഏതായാലും ഇനി അടുത്ത തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മൾ അൾട്രോസിൻ്റെയും ഗ്ലാൻസയുടെ i20യുടെ ഒക്കെ കേസ് പറഞ്ഞു സെയിൽ കുറച്ച് കുറയാണെന്ന്. പക്ഷേ ഈ വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പൊതുവേ 15,000, 16,000, 18,000 വരെയൊക്കെ സെയിൽ പോകാറുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ മാസം ഒരിത്തിരി സെയിൽ കുറഞ്ഞുവെങ്കിൽ പോലും 9,112 വാഹനങ്ങൾ സെയിൽ ഇതിന് സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഡിസംബർ 2023 10,669 വാഹനങ്ങൾ സെയിലാണ് വന്നിരിക്കുന്നത്. അതായത് 1,557 വാഹനങ്ങളുടെ വ്യത്യാസം 14.59% ഡീഗ്രോത്ത് റേറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഡീസൻ്റ് ആണ് എന്ന് പറയാം. പിന്നെ 10,000-ന് മുകളിൽ സെയിൽ പൊതുവെ ഇതിന് കിട്ടാറുള്ളതാണ്. ഇയറിൻ്റെ ഒരു കൺസിഡറേഷൻ കൂടെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ബലേനോ എന്ന് പറയുന്ന മാരുതി സുസുക്കിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് വാഹനങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ ഇവരുടെ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനമായിരുന്നു സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ സ്വിഫ്റ്റ്. എന്തായാലും 24 ഈ ഒരു പൊസിഷൻ സ്വിഫ്റ്റിന് നഷ്ടപ്പെട്ടു. കാരണം പഞ്ചാണ് 2024 ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടി. എന്തായാലും കഴിഞ്ഞ മാസം സ്വിഫ്റ്റിന് 10,421 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. 2023 ഡിസംബറിൽ 11,843 വാഹനങ്ങൾ സെയിലും കിട്ടിയിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ഈ ഡിസംബർ 2023 കാണുന്ന കൂടുതലുള്ള കണക്ക് ആക്ച്വലി തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെയാണ്. കഴിഞ്ഞ മാസം പക്ഷേ വിറ്റുപോയത് ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റാണ്. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് നോക്കുമ്പോഴും സെയിൽ ആക്ച്വലി നമ്മുടെ പുതിയ സ്വിഫ്റ്റിന് കുറവ് തന്നെയാണ് വന്നിരിക്കുന്നത്. 1,422 വാഹനങ്ങളുടെ വ്യത്യാസം 12.01% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈവൻ ദോ ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി സ്വിഫ്റ്റാണ്. പക്ഷേ എന്നാൽ പോലും സെയിൽ ഒരിത്തിരി താഴത്തോട്ട് പോയതുകൊണ്ട് ഡീഗ്രോത്ത് റേറ്റ് കുറവാണെന്ന് പറഞ്ഞാൽ നമുക്കത് ഒരുപാട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ വാഗണാറാണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 17,303 വാഹനങ്ങൾ സെയിൽ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ നോക്കിയതെല്ലാം 10,000 വരെയൊക്കെ മാക്സിമം ആയിരുന്നെങ്കിൽ ഇപ്പോഴാണ് അതിന് ശരിക്കും ഒരു ജമ്പ് വന്നത്. പക്ഷേ 2023 ഡിസംബറിൽ ഇതിനും കുറവായിരുന്നു. 8,578 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 8,725 വാഹനങ്ങളുടെ വ്യത്യാസവും 101.71% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിലെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി വാഗണാർ തന്നെയാണ്. ശരിക്കും ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന വണ്ടികൾ കുറവാണ്. ആ വന്നിരിക്കുന്ന ഗ്രോത്ത് പെർസെൻറ്റേജ് എല്ലാത്തിനും 100-ന് മുകളിൽ അല്ലെങ്കിൽ 100-നടുത്തൊക്കെ ആയിട്ടാണ്. അതൊരു വളരെ വലിയ കാര്യമാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. എന്തായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 ഹാച്ച് ബാക്സിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.